പോയി ഒത്തിരി മുമ്പ് ചെയ്തത്. മിഥുൻ മുരളിയോട് ചോദിച്ച കേട്ടില്ല, മിഥുൻ എവിടെയാണെന്ന് പലരും ചോദിക്കുന്നു. മിഥുൻ മുരളിയുടെ പ്രശ്നം ഇത് തന്നെയാണ്. മിഥുൻ മുരളി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുകയാണ് ഞാനാരാണെന്ന് എനിക്കറിയില്ല, ഒന്ന് പറഞ്ഞു തരുമ്പോൾ സാർ, ഞാൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റുന്നത് എന്തിനാണെന്ന് ചോദിച്ച മിഥുൻ മുരളിയോട് ഓണയർ തന്നെ തത്സമയം നിർത്തിയിട്ട് മിഥുൻ അയ്യപ്പൻ ചോദിച്ച ചോദ്യം കടുത്തുപോയി. എന്തായാലും ഇവിടെ നിന്ന് വലിയ അഭ്യാസത്തിന് മുതിരുന്നില്ല. വീണ്ടും മിഥുൻ അയ്യപ്പനിലേക്ക് കാഴ്ചകൾ നടക്കുന്ന തൃപ്പൂണിത്തുറയിലേക്ക് അത്തച്ചമയ മേളത്തിലേക്ക് മിഥുൻ അയ്യപ്പൻ. അല്ല, അത് പ്രേക്ഷകരുടെ കൂടി സംശയമായിരുന്നു മിഥുൻ എവിടെയാണെന്ന്. കാരണം ശ്രീകൃഷ്ണേദിക്ക് ഗുരുവായൂർ അമ്പലനടയിലുണ്ടായിരുന്നു, അങ്ങനെ പല സ്ഥലങ്ങളിലും എല്ലായിടത്തും ഓടിയെത്തുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എന്തായാലും ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് തന്നെ കാണാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ അത്തച്ചമയ ഘോഷയാത്രയുടെ ഉദ്ഘാടനം നടക്കുന്ന ആ വേദിയിലാണ്. ഈ അത്തം നഗർ കൃത്യമായി അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും അതിൻ്റെ അവസാനഘട്ട ഒരുക്കങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഇതൊരു ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ഒരു കാർണിവൽ പോലെ തന്നെയാണ് ഇത് നടക്കുന്നത്, ഈ ഒരു അത്തച്ചമയ ഘോഷയാത്ര നടക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കാർണിവലിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം അവിടെയുണ്ട്. നമ്മുടെ ഈ യന്ത്രയൂഞ്ഞാലും മറ്റുള്ള കാര്യങ്ങളെല്ലാമാണ് ഈ അത്തം നഗറിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. അത് തുറന്നുള്ള ദിവസങ്ങളിൽ ഈ തൃപ്പൂണിത്തുറക്കാർക്ക് അതിമനോഹരമായിട്ടുള്ള ദിവസങ്ങളാണ്, ആഘോഷത്തിൻ്റെ ദിവസങ്ങളാണ്. ഈ 10 ദിവസം തിരുവോണം വരെ നീണ്ടു നിൽക്കുന്ന ആ ഒരു ഉത്സവാഘോഷം. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം ഇവിടെ തയ്യാറാണ്. അതുപോലെ തന്നെ അതാണ് ഈ അത്തം നഗറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച. ഇന്നിപ്പോൾ അത്തം ഘോഷയാത്ര പൂർത്തിയായി കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ഇത്തരത്തിൽ ആളുകളെല്ലാം വരികയും സമയമെല്ലാം ചെലവഴിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കും. ഏതായാലും അത്തരത്തിൽ ചരിത്ര പ്രൗഢമായിട്ടുള്ള ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ് തൃപ്പൂണിത്തുറ. ഇപ്പോൾ ഇതാ വാദ്യമേളങ്ങളെല്ലാം തന്നെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് ദൃശ്യങ്ങളെല്ലാം കാണാം. ഇതെന്ത് വാദ്യത്തിൻ്റെയാ? ഇത് തമ്പോലം. ഇത് എവിടുന്നാണ് വരുന്നത്? ഞങ്ങൾ 20 ഞങ്ങൾ 8 വരെയുള്ളവരാണ് ശരിക്കും. അപ്പൊ അവിടെ നിന്ന് തുടങ്ങിയതാണ് ശിവതാണ്ഡവം ചിറ്റൂർ തമ്പോലം, അതാണ് എൻ്റെ പേര്. ഇത് ആദ്യമായിട്ടാണ് ഇതിന് വരുന്നത്? ഞങ്ങൾ ആദ്യമായിട്ട് ഇറങ്ങുന്ന ടീമാണ്. ഞങ്ങൾ തുടങ്ങിയുള്ളൂ. ഇതിന്റെ കൂടെ വേറെ എന്തെങ്കിലും കലാരൂപങ്ങളുണ്ടോ? ഇതിന്റെ ഒപ്പം വേറെ ഒന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എത്ര പേര് അടങ്ങുന്ന? മൊത്തം 25. അതെ. ഈ അത്തച്ചമയത്തിന് എത്താൻ പങ്കെടുക്കാൻ സാധിച്ചതിൽ എന്താണ്? വളരെ ടീം സെറ്റായിട്ട് ഫസ്റ്റ് പ്രോഗ്രാം ആദ്യം. അപ്പോ കന്നി പരിപാടി അത്തച്ചമയത്തിലല്ലേ? അതെ. എന്തായാലും എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും ഇത്രയും ഈ തൃപ്പൂണിത്തുറ എന്തായാലും നിങ്ങളുടെ ഈ തമ്പോറ കൊണ്ട് പുളകം കൊള്ളിക്കും. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും. നിങ്ങൾ അടിച്ചു പൊളിക്കട്ടെ. ഒരു കന്നി പെർഫോമൻസിലേക്ക് കടക്കുന്ന ഒരു സംഘമാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്ന്. അവർക്ക് അതിൻ്റെ ഒരുക്കങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. വഴിക്ക് വെച്ച് കിട്ടിയപ്പോൾ അവരെ കൂടെ നമ്മുടെ പുത്തമ്പുലരിയുടെ ഭാഗമാക്കിയതാണ്. ഏതായാലും ഇങ്ങനെ ഓരോരോ കലാസംഘങ്ങൾ ഇങ്ങനെ ഈ നഗരിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പലരും അവിടെ നേരത്തെ നിഖിൽ കാണിച്ചു, അതിൻ്റെ അണിയറയിൽ നിന്നുള്ള ഒരുക്കങ്ങളെല്ലാം നിഖിൽ കാണിച്ചിരുന്നു. അത്തരത്തിൽ അണിയറ സമ്പന്നമായി തന്നെ നടക്കുകയാണ്. എന്താണ് തൃപ്പൂണിത്തുറക്കാർ ഇന്ന് ഈ ഓണക്കാലത്ത് കേരളത്തിന് കാണിക്കാൻ വെച്ചിരിക്കുന്ന, പ്രദർശിപ്പിക്കാൻ കാത്തിരിക്കുന്നത് എന്നുള്ളതെല്ലാം അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ അണിയറയ്ക്ക് പുറത്തും പല സംഘങ്ങൾ ഒരുങ്ങുന്നുണ്ട് എന്നാണ് അറിഞ്ഞത്. പ്ലോട്ടുകളെല്ലാം തന്നെ അവിടെ സജ്ജമായിട്ട് നിൽക്കുന്നു. അത്തരത്തിൽ ഈ ഒരു അത്തച്ചമയ ഘോഷയാത്ര കേരളത്തിൻ്റെ ഒരു കലാകേരളത്തിൻ്റെ ഒരു പ്രതിബിംബമായി മാറാൻ ഒരുങ്ങുകയാണ് ഒരു മണിക്കൂറുകൾക്ക് ശേഷം. അത്തരത്തിൽ വലിയ ആഘോഷത്തിലേക്ക് കടക്കാനിരിക്കെ എല്ലാവരും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം ഈ വയനാട് ദുരന്തത്തിൻ്റെ എല്ലാം വലിയ ഒരു ബുദ്ധിമുട്ടേറിയ കാഴ്ചകളിൽ നിന്ന് നമ്മൾ വീണ്ടും കരകയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ വെള്ളാർമല സ്കൂൾ വീണ്ടും അധ്യയനം പുനരാരംഭിക്കുകയും അത്തരത്തിൽ സജീവമായി കടക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ വീണ്ടും തിരികെ വരിക എന്നുള്ളത് നമ്മുടെ സാധാരണ ആഘോഷങ്ങളിലേക്കും എല്ലാം തിരികെ വരിക എന്ന് പറയുന്നത് ഒരു സാമൂഹിക നീതിയാണ്. അതിലേക്ക് കടക്കുന്ന ഒരു തുടക്കം തന്നെയാകട്ടെ ഈ അത്തച്ചമയ ഘോഷയാത്ര എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഈ പ്രാചീന കലാരൂപങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള തെയ്യം എല്ലാം ഇവിടുത്തെ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. ആ ഒരുക്കങ്ങളെല്ലാം തന്നെയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അവിടുത്തെ ഈ അണിയറ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ നേരത്തെ നിഖിലുണ്ടായിരുന്നു. ഇവിടെ ഇത്തരത്തിൽ വലിയ ഒരുക്കങ്ങളെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. നിഖിൽ ഇപ്പോഴും അവിടെ തയ്യാറായിട്ട് നിൽക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിഖിലിനെ എനിക്ക് ഇവിടെ നിന്ന് കാണാം. ഈ അത്തച്ചമയ ഘോഷയാത്രയുടെ ഈ ഒരുക്കങ്ങളിലേക്കെല്ലാം അവിടെ പുലികളുടെ കാഴ്ചകളിലേക്കെല്ലാം നിഖിലും കൂടി എത്തുന്നുണ്ട്. ഏതായാലും
എന്തായാലും മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ചകൾ തന്നെയാണ് ഇനിയുള്ള മണിക്കൂറുകൾ കാണാനൊരുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളിലേക്ക് തയ്യാറായിരിക്കുകയാണ്. പുലികളിയെല്ലാം നമുക്ക് ഇത്തവണ പുലികളിയെല്ലാം നടക്കുമോ എന്നുള്ള കാര്യത്തിലുള്ളൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടാ, തൃശ്ശൂരിൽ പുലികളി നടക്കുമോ എന്നുള്ള വലിയ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ആ സംശയങ്ങളെല്ലാം മാറി. ഹാപ്പിയല്ലേ? ഹാപ്പിയാണ്. ഈ അത്തച്ചമയത്തിനും ആദ്യമായിട്ടാണോ അത് ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്? അതിന് മുന്നേ വന്നിട്ടുണ്ട്, കഴിഞ്ഞ വട്ടം വന്നിട്ടുണ്ട് ഇവിടെ. തൃശ്ശൂരാണോ പൊരിക്കാൻ പോകുന്നത്, ഇവിടെയാണോ പൊരിക്കാൻ പോകുന്നത്? ഏതാ തകർക്കുക? ഇവിടെയും തൃശ്ശൂരും എല്ലാം ഒരേപോലെ തന്നെ അടിച്ചു പൊളിക്കും. എത്ര പേരുണ്ട് ചേട്ടാ? ഇത് 20 പേര് പുലികൾ ഇറങ്ങുന്നുണ്ട്. പല വിധത്തിലുള്ള പുലികളും പറഞ്ഞ ഫ്ലൂറസെന്റ് പുലികൾ, പല വെറൈറ്റി മോഡൽ പുലികളെല്ലാം ഇറങ്ങുന്നുണ്ട്. ചേട്ടാ, ഈ എപ്പോൾ തുടങ്ങിയ ഇത് 1:30 തുടങ്ങി. 1:30 തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ നേരം പുലർച്ചെ 1:30 മുതൽ ഉറങ്ങാതിരിക്കുകയാണോ ചേട്ടാ? അതെ. രാത്രി 10:30 പോകുന്നതാണ്. ഇവിടെ എത്തുമ്പോൾ ഒരു 12 മണി, അത് കഴിഞ്ഞൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ടാണ് പിന്നെ തുടങ്ങിയത്. എന്തായാലും തകർക്കാനുള്ള ഒരുക്കങ്ങളാണ് എല്ലാം. ഇവിടെ ഞങ്ങൾ തൃശ്ശൂർ പേര് ഇവിടെ എവിടെയായാലും ചെല്ലുമ്പോൾ ആ പേരുണ്ടാവണം, അതാണ് ഞങ്ങൾക്ക് ആഗ്രഹം. അതാണ്, ഞാൻ തൃശ്ശൂർക്കാരനാ. അതല്ലേ, ഓക്കെ, നമുക്കുണ്ടായ സന്തോഷം. പേര് എന്തായാലും നിലനിർത്താൻ വേണ്ടി പുലിക്കൂട്ടം തയ്യാറായി കഴിഞ്ഞു. അതുപോലെ തന്നെ പല വിധത്തിലുള്ള കലാരൂപങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരുങ്ങുകയാണ്. വ്യത്യസ്തമായിട്ടുള്ള കലാരൂപങ്ങളും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള വാദ്യമേളങ്ങളും എല്ലാം തന്നെ അവരുടെ ഊഴത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഏതായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പണ്ട് കാലത്ത് ഞാൻ നേരത്തെ ഒരു റിപ്പബ്ലിക് ഡേയോട് പരാമർശിച്ചിരുന്നു. അത് ഞാനതിന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ഭരണത്തിൻ്റെയും അതുപോലെ തന്നെ സൈന്യത്തിൻ്റെയും കലാസമ്പന്നതയുടെയും എല്ലാം ഒരു കേളികൊട്ടും ഒരു പ്രകടനവുമാണ് ഈ ഒരു റിപ്പബ്ലിക് ഡേ എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ കൊച്ചി രാജാവിൻ്റെ ആ ഭരണത്തിൻ്റെതായിട്ടുള്ള ആ ഒരു സുദൃഢതയും അതുപോലെ തന്നെ സൈന്യത്തിൻ്റെതായിട്ടുള്ള ആ ഒരു ശക്തി പ്രകടനവും അതുപോലെ തന്നെ ആ കലാരംഗം എത്രത്തോളം സമ്പന്നമായിരുന്നു എന്നും കാണിച്ചിരുന്ന ഒരു പ്രകടനം തന്നെയായിരുന്നു ഈ അത്തച്ചമയ ഘോഷയാത്ര. ആ പ്രകടനം ഇപ്പോഴും തുടർന്നു. ഇപ്പോൾ ജനകീയമാക്കിക്കൊണ്ട് കൂടുതൽ കലാരൂപങ്ങളും അതുപോലെ തന്നെ അത്തരം എല്ലാ സംവിധാനങ്ങളുമായി പുതിയ രൂപത്തിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ കൂടിയും ആ പാത പിന്തുടർന്നുകൊണ്ട് ആ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആ പൈതൃകത്തെ നിലനിർത്തിക്കൊണ്ട് അതിനെ കൂടുതൽ പുഷ്ടിപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഈ അത്തച്ചമയ ഘോഷയാത്ര പൊടിക്കാൻ ഒരുങ്ങുകയാണ്. ഇത്തവണത്തെ ഓണം കലക്കും കളറാകും എന്നുള്ള കാര്യത്തിൽ സംശയമേതുമില്ല.